എല്ലാ കൂട്ടുകാർക്കും എന്നത്തെ പോലെ ഇന്നും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി പുട്ട് കഴിച്ച് മടുത്തവർക്കുള്ള ഒരു പുതിയൊരു പുട്ടാണ്, മണിപ്പുട്ട്. അതിനാവശ്യമായി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഉപ്പിട്ട് തിളപ്പിക്കുക. മണിപ്പുട്ടിനായിട്ട് ആവശ്യമുള്ള മാവ് പത്തിരിപ്പൊടിയാണ്, നൈസായിട്ടുള്ള വറുത്ത പത്തിരിപ്പൊടി. അതിലേക്ക് നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം മാവിലേക്ക് നേരിട്ടൊഴിക്കുക. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലതുപോലെ കട്ടകളില്ലാതെ കിണ്ടിയെടുക്കുക. നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം തന്നെ വേണം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഇതുപോലെയാണ് കുഴച്ചെടുക്കുന്നത്, അതുപോലെ കുഴച്ചെടുക്കുക. ഈ മാവ് ഇടിയപ്പത്തിനും മണിപ്പുട്ടിനും ഉപയോഗിക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പവും മണിപ്പുട്ടും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെറിയ ചൂടോടുകൂടി തന്നെ ഇതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ ആ ലൈക്ക് ബട്ടണൂടെ ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യണേ. ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് സേവനാഴിയിൽ ഈ ചില്ലിട്ട് സേവനാഴിയിൽ മാവ് നിറച്ച് എടുക്കുക. പുട്ടുകുറ്റിയിൽ ആദ്യം തേങ്ങയിട്ട് നേരിട്ട് തന്നെ മാവ് ഇതുപോലെ കറക്കി ഒഴിക്കുക. ഇടയ്ക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. വീണ്ടും ഇതുപോലെ മാവ് ഫില്ലാക്കണം. ഒരിക്കലും കുലുക്കി അമർത്തി വയ്ക്കരുത്. അത് ഫ്രീ ആയിട്ട് തന്നെ ഇതിനകത്തിരിക്കണം. എന്നാലേ മണിപ്പുട്ടിൻ്റെ ആ പിരിയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. മുകളിൽ കുറച്ച് തേങ്ങയിട്ട് കുറ്റിയുടെ അടപ്പ് കൊണ്ട് അടച്ച് തിളയ്ക്കുന്ന പുട്ടുകലത്തിൽ വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ആവി വരുമ്പോൾ മീഡിയത്തിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി ഒരു 2 മിനിറ്റ് വേവിക്കുക. അങ്ങനെ 2 മിനിറ്റ് വെച്ച് മണിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറ്റിയിൽ നിന്നും പാത്രത്തിലേക്ക് തള്ളാം. ഇതുപോലെ എല്ലാ മാവും ഇതുപോലെ തയ്യാറാക്കി പുട്ട വെച്ചെടുക്കുക. ഈ പുട്ടിന് ഞാനിപ്പോൾ മുട്ട കുറുമയാണ് എടുത്തിരിക്കുന്നത്. മുട്ട കറി വെച്ചത്, ഇറച്ചിക്കറി, ഉരുളക്കിഴങ്ങ് കറി, എല്ലാ കറിയും ഈ പുട്ടിനോടൊപ്പം ചേരും. മീൻ കറിയും സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റായി അറിയിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്ത ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിലും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം. ബൈ ഫ്രം ഡിപ്പൂസ് മിസ്.